എക്സാമിൻ്റെ സമയത്തായിരുന്നു ഒരു തവണ ഷൂട്ടിങ്ങിൻ്റെ ഇത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എക്സാം ഒഴിവാക്കിയിട്ട് വേറൊരു പരിപാടി ഇല്ലെന്ന് പറഞ്ഞു. പഠനവും സിനിമയും ഇപ്പോൾ ഏതാണ് സ്മൂത്തായിട്ട് ഈസി ഏതാണ്, സിനിമയാണോ പഠിത്തമാണോ ഇഷ്ടം? എക്സാം ടൈമിൽ ജസ്റ്റ് ഒന്ന് കണ്ണങ്ങോട്ട് തെറ്റിയാൽ മതി, അപ്പോൾ വൈശ്യാം സാറ് പേടിയാണ്. അപ്പൊ സീൻ എത്തിയപ്പോഴേക്കും അമ്മ ഭയങ്കര എക്സൈറ്റഡ് ആയി, ഭയങ്കര തരിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ പറയണം അമ്മ എന്റെ കുട്ടിയാണത്, എന്റെ കുട്ടിയാണ്. ഞാൻ അഭിനയിക്കുന്ന പോലെയാണ് ഞാൻ പറയുന്നത്, എന്റെ കുട്ടിയാണെന്ന് പറയുന്നത്. ഓക്കെ, ദർശൻ ചേച്ചി മാത്രല്ല കാജൽ അഗർവാൾ ചേച്ചിയൊക്കെ. കാജൽ അഗർവാൾ അത് നമുക്കൊരു പുതിയ അറിവാണല്ലോ. എവിടെ നമ്മുടെ ന്യൂട്ടൺസ് വൈബാണോ? ന്യൂട്ടൺസ് വൈബാണോ? യെസ്, അപ്പോൾ നമ്മുടെ കുഞ്ഞു നീലി ദുർഗക്കുട്ടിയാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത്. അപ്പൊ എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഒരു സെലിബ്രിറ്റി ലൈഫ്? ഇപ്പോൾ വളരെയധികം സന്തോഷം. വളരെയധികം സന്തോഷം. എല്ലാവരോടും ഇത് തന്നെയാണല്ലോ പറയുന്നത്. എന്തെങ്കിലും അതന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് പറ, എങ്ങനെയാണോ തോന്നുന്നത്? എനിക്ക് എല്ലാവരും ബ്ലെസ്സിങ്സ് കിട്ടിയതിന് വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഇപ്പോൾ ക്ലാസ്സിലൊക്കെ നന്നായിട്ട് പോണു. ഓക്കെ, എങ്ങനെയുണ്ട് പഠിത്തം? സിനിമയിലേക്ക് വന്നതിന് ശേഷമുള്ള പഠിത്തം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യണേ? അതിപ്പോൾ നോർമലായിട്ടാണ് പോണത്. ക്ലാസ്സിൽ ഫസ്റ്റ് ആണ്. അത് ഞങ്ങൾ ക്ലാസ് ഫസ്റ്റ് ആണ്. സിനിമ ഓക്കെ എല്ലാം ഉണ്ടെങ്കിലും ക്ലാസ് ഫസ്റ്റ് കൂടിയാണ്. ഫസ്റ്റ് ആണ്, ക്ലാസ്സിലും ഫസ്റ്റ് ആണ് അല്ലേ? ഓക്കെ. പിന്നെ സിനിമയും പഠനവും തമ്മിൽ എങ്ങനെ കൊണ്ടുപോകുന്നത് രണ്ടും? അത് എൻ്റെ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് എനിക്ക് എക്സാമിൻ്റെ സമയത്തായിരുന്നു ഒരു തവണ ഷൂട്ടിങ്ങിൻ്റെ ഇത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എക്സാം ഒഴിവാക്കിയിട്ട് വേറൊരു പരിപാടി ഇല്ലെന്ന് പറഞ്ഞു. പഠിത്തം അതാണ് മെയിൻ. അത് എന്നിട്ട് ആ ഷൂട്ടിങ് വേറെ ദിവസത്തേക്ക് മാറ്റി വെച്ചു. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ സിനിമ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ലക്ഷ്യമുണ്ടോ? സിനിമയിലോട്ട് തന്നെ ഇറങ്ങാനായിട്ടുള്ള? അങ്ങനെയല്ല, എനിക്ക് പഠനം മെയിൻറ്റെയിൻ ചെയ്തിട്ട് പഠനത്തെ ബാധിക്കാതെ സിനിമ മുന്നോട്ട് കൊണ്ടുപോകാന്നല്ലേ? ഓക്കെ, അടിപൊളി. ഓക്കെ, അതിന്റെ കൂടെ ഈ മാർഷൽ ആർട്സും എല്ലാം കൂടി. ഓക്കെ, ഇപ്പൊ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? മാർഷൽ ആർട്സ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ വരും? അതിലെ കരാത്തെ, കുംഫു, തായ്ക്കൊണ്ട അങ്ങനെ കുറെ ഉണ്ട്. എല്ലാം ഉണ്ട്. അതിന് കുറച്ച് എത്ര നാളായി ഇത് പ്രാക്ടീസ് ചെയ്യണത്? അത് ഞാൻ 3 വയസ്സ് തൊട്ട് തുടങ്ങിയതാണ്. 3.5 വയസ്സിൽ ബാഹുബലി 2 ഫസ്റ്റ് ഓഡിയോ ലോഞ്ചിങ് അതായിരുന്നു സ്റ്റേജ്. ഓക്കെ, അറിഞ്ഞായിരുന്നു. അപ്പൊ കണ്ടുപഠിച്ചോ മിസ്സേ? ഓക്കെ, ഇപ്പോ 6ാം ക്ലാസ്സിൽ പഠിക്കാണ്. പഠനവും സിനിമയും ഇപ്പൊ ഏതാണ് സ്മൂത്തായിട്ട് ഈസി ഏതാണ്, സിനിമയാണോ പഠിത്തമാണോ ഇഷ്ടം? രണ്ടും ഈസിയാണ്. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചില്ല. രണ്ടും ഈസിയാണ്. എന്നാലും കുറച്ചും കൂടെ ചെയ്യാൻ ഇഷ്ടം എനിക്ക് പഠനമാണ്. പഠനമായിട്ട് വേറൊരു കളിയില്ല. അത് നമ്മൾ അറിഞ്ഞു. ഇപ്പൊ ഓണം എക്സാമിന് ക്ലാസ് ഫസ്റ്റ് ആണെന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞു. അളപ്പ പഠിക്കാനും പിടിക്കി, അഭിനയിക്കാനും പിടിക്കി, മാർഷൽ ആർട്സിലും പിടിക്കി, ഓൾ ഇൻ ഓൾ ആണ്. ഓക്കെ, ഇങ്ങനെ തന്നെ പോണം. ഓക്കെ, അപ്പൊ ഇനി സിനിമകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുണ്ടോ? സിനിമ ആ ഒരു റൂട്ട് പോകാനായിട്ട്? അത് നല്ലത് നോക്കിയിട്ട് എടുക്കാനാണ് എനിക്ക്. എന്നാലും പഠനത്തിലാണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ്. പഠനം വിട്ടൊരു കളിയില്ല. പിന്നെ മാർഷൽ ആർട്സ് നമ്മൾ ടീച്ചേഴ്സ് ആയതുകൊണ്ട് നമുക്കത് കേൾക്കുമ്പോ ഒരു സന്തോഷമാണ്. കുറച്ച് സെൽഫിഷ് ആവും നമ്മളോട്. പിന്നെ നമുക്ക് ഷൂട്ടിംഗ് ടൈമിൽ പഠനം എങ്ങനെ കൊണ്ടുപോയത്? ഷൂട്ടിംഗ് ടൈമിൽ എക്സാമിൻ്റെ സമയത്ത് ഷൂട്ടിങ് വന്നിട്ടുണ്ടായിരുന്നു. അത് നവംബർ 19 ആയിട്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛനോട് പറഞ്ഞു എനിക്ക് എക്സാം എന്തായാലും എഴുതണം, എന്തായാലും ക്ലാസ്സിൽ മാർക്ക് വാങ്ങണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അവർ ഡേറ്റ് മാറ്റി തന്നു. അപ്പോൾ അന്നത്തെ ദിവസം എക്സാം എഴുതാൻ പറ്റി. ഫസ്റ്റ് എത്തി. ഓക്കെ, എന്തായാലും മിടുക്കി. ഓക്കെ, അപ്പൊ നമുക്കൊക്കെ ഒരു അഭിമാന നിമിഷമാണ് ശരിക്കും പറഞ്ഞു. നമ്മള് ടെൻസിന്റെ ഒരു വലിയൊരു അസറ്റ് തന്നെയാണ്. പഠിത്തത്തിലും സ്റ്റാറാണ്, അതുപോലെ തന്നെ സിനിമ ഫീൽഡിലും. പിന്നെ എന്താണെന്ന് വെച്ചാൽ നേരത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ടൈക്കോണ്ടോ, കളറി, കുഫു, എല്ലാത്തിലും മുന്നിലാണ്. ഓക്കെ, ഇങ്ങനെ തന്നെ വേണം. പിന്നെ അപ്പോൾ ഇപ്പോൾ ഇവിടെ ന്യൂട്ടൺസിൽ ജോയിൻ ചെയ്തതിന് ശേഷം എങ്ങനെയുണ്ട് പഠിത്തത്തിൽ വരുന്ന ചേഞ്ചസ് ഒക്കെ എങ്ങനെയുണ്ട്? എനിക്ക് മുന്നേ ചില കാര്യങ്ങൾ അമ്മയ്ക്കിപ്പോൾ ട്രീറ്റ്മെൻ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവാത്തതുണ്ടായിരുന്നു, വേർഡ്സ് ഒക്കെ. അപ്പോൾ എന്നാലും അച്ഛനും ട്രീറ്റ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ എനിക്ക് ന്യൂട്ടൺസിൽ ചേർന്നപ്പോൾ എനിക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലാവാൻ തുടങ്ങി. പിന്നെ എനിക്ക് കിട്ടാത്ത വേർഡ്സ്, പിന്നെ ഇപ്പോൾ സ്കൂളിൽ ഞാനിപ്പോൾ എന്തെങ്കിലും ഇതേപോലെ ഇൻ്റർവ്യൂവിനാണ് എന്തെങ്കിലുമൊക്കെ മുടക്കണമെങ്കിൽ ക്ലാസ്സിൽ എനിക്ക് ജോയിൻ ചെയ്തിട്ട് കാണാൻ പറ്റും. ഓൺലൈൻ ക്ലാസ് കാണാൻ പറ്റും.
ഓക്കെ, അപ്പൊ ന്യൂട്ടൺസിന്റെ ഓൺലൈൻ ക്ലാസ്സസ് ആണ് ഇപ്പൊ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട് ഓൺലൈൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുമ്പോൾ? എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ? എനിക്കൊരു ബുദ്ധിമുട്ടില്ല. എനിക്ക് ഇപ്പോൾ അതായത് എനിക്ക് കുറച്ച് ഈസിയായി വേറെ ഇപ്പോൾ ഷൂട്ടിംഗ് സ്ഥലത്ത് എവിടെയെങ്കിലും ഒക്കെ പോവുകയാണെങ്കിൽ സിമ്പിളായിട്ട് വീഡിയോ ആയിട്ട് കാണാൻ പറ്റും. പിന്നെ ഡെയിലി എക്സാംസ് ഉള്ളതുകൊണ്ട് എനിക്ക് വളഞ്ഞ് തിരിഞ്ഞ് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇപ്പോൾ എക്സാം ടൈമിൽ ജസ്റ്റ് ഒന്ന് കണ്ണങ്ങോട്ട് തെറ്റിയാൽ മതി, അപ്പോൾ വൈശ്യാം സാറ് ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് പഠിച്ചു പോകുന്നു. ഓക്കെ ഓക്കെ, ഗുഡ്. അപ്പോൾ ഇപ്പൊ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ തിയേറ്ററിൽ പോയി ഈ സിനിമ കണ്ടപ്പോഴും ഞാൻ എൻ്റെ അമ്മയുടെ കൂടെയാണ് പോയത്. പോയി കണ്ട് ആ ഒരു എന്താ ദുർഗയുടെ സീൻ ഞാൻ പറഞ്ഞു, എൻ്റെ സ്റ്റുഡൻറ്റ് അഭിനയിക്കുന്നുണ്ട്, അപ്പോൾ ആ ഒരു സീൻ വരുമ്പോൾ നോക്കിയിരുന്നോളാം എന്നുള്ള രീതിക്ക് പറഞ്ഞു. അപ്പോൾ സീൻ എത്തിയപ്പോഴേക്കും അമ്മ ഭയങ്കര എക്സൈറ്റഡ് ആയി, ഭയങ്കര തരിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ പറയണം, അമ്മ എൻ്റെ കുട്ടിയാണത്, എൻ്റെ കുട്ടിയാണ്. ഞാൻ അഭിനയിക്കുന്ന പോലെയാണ് ഞാൻ പറയുന്നത്, എൻ്റെ കുട്ടിയാണെന്ന് പറയുന്നത്. ഓക്കെ, അത്രത്തോളം എക്സൈറ്റഡ് ആയിരുന്നു, അത്രത്തോളം ഹൈപ്പഡ് ആയിരുന്നു. നമ്മൾ ഓക്കെ. അപ്പൊ മിസ് പറഞ്ഞതുപോലെ നമുക്കും പേഴ്സണലായിട്ട് വളരെ ഒരു അഭിമാനം വരുന്ന ഒരു മൊമെന്റ് തന്നെയായിരുന്നു. ന്യൂട്ടൺസിലെ എല്ലാ ടീച്ചേഴ്സും അതുപോലെ തന്നെ എല്ലാവർക്കും വളരെയധികം സന്തോഷം തോന്നുന്ന ഒരു നിമിഷമായിരുന്നു തിയേറ്ററിൽ ആ ഒരു സീൻ കണ്ടപ്പോൾ. അതിപ്പോ പറയുമ്പോഴും അല്ല ഒരു നമ്മുടെ കുട്ടി എന്ന് പറയുന്നതല്ലേ. അപ്പോൾ കളരിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ ദർശന രാജേന്ദ്രനൊക്കെ ഇവിടെ വന്ന് പ്രാക്ടീസ് ചെയ്തു എന്നൊക്കെ ഉള്ള കാര്യം അറിഞ്ഞായിരുന്നല്ലോ. ഇവിടെ കളരി ദർശൻ ചേച്ചി മാത്രല്ല, കാജൽ അഗർവാൾ ചേച്ചിയൊക്കെ. അത് നമുക്കൊരു പുതിയ അറിവാണല്ലോ. ഓക്കെ, അത് ഇവിടെ വന്നിട്ടല്ല, അവിടെ ചെന്നിട്ട് അച്ഛൻ ട്രെയിൻ ചെയ്യിപ്പിച്ചു. ഓക്കെ, അപ്പൊ അച്ഛനാണ് ഇതിന്റെ മെയിൻ. ഓക്കെ, അപ്പൊ അച്ഛൻ എന്തൊക്കെയാണ് പിന്നെ ചെയ്യുന്നത്? അച്ഛൻ ഇന്ത്യൻ 3-ലെ മൈക്ക് മാസ്റ്ററും അച്ഛനും കൂടി വർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ 3-ല്. ഓക്കെ, യെസ്. പിന്നെ ജയ് ജയഹേൽ തന്നെ ഫെലിസ് മാസ്റ്ററും അച്ഛനും കൂടിയിട്ടാണ് ചെയ്താണ് വർക്ക് ചെയ്തത്. പിന്നെ ഇപ്പൊ ഇറങ്ങാൻ പോണ പെണ്ണും പൊറോട്ടും എന്ന് പറഞ്ഞ സിനിമയില്. പിന്നെ അച്ഛൻ പണ്ട് തൊട്ടിട്ട് തന്നെ ഡ്യൂപ്പ് ചെയ്യാൻ തുടങ്ങിയതാണ്. ഇപ്പൊ രാവണിലെ വിക്രാങ്കളുടെ ഡ്യൂപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. അതെ, ഓക്കെ, ഇത്രയൊക്കെ സംഭവം ഉണ്ടല്ലേ. ഓക്കെ, അപ്പൊ ഫാമിലി മൊത്തം, ഇപ്പൊ അച്ഛൻ മാത്രല്ല, അച്ഛനും അമ്മയും ചേട്ടനും അല്ലേ, അപ്പൊ ചേട്ടനും ഇതിന് പഠിപ്പിക്കുന്നു ഒക്കെ ഉണ്ടല്ലേ. ഓക്കെ, എങ്ങനെയാണ് ന്യൂട്ടൺസിലേക്ക് വന്നത് ദുർഗ? അത് ചേട്ടൻ 10ാം ക്ലാസ് തൊട്ട് ഇതില് ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടപ്പോ ആദ്യം എനിക്ക് മനസ്സിലായില്ല ഇതെന്താന്ന്. അത് കഴിഞ്ഞിട്ടാണ് മനസ്സിലായത് ന്യൂട്ടൺസ് ഒരു ക്ലാസ് ഉണ്ട്. പിന്നെ എനിക്കൊരു ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ ഞാൻ അമ്മോട് പറഞ്ഞു, അമ്മയ്ക്ക് ഇതിൽ ചേരണം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അമ്മ പറഞ്ഞു ചേർക്കാന്ന് പറഞ്ഞിട്ട് എനിക്ക് ചേർന്നു. എനിക്ക് അപ്പൊ ഇൻട്രസ്റ്റ് ആയിരുന്നു. അങ്ങോട്ട് ചോദിച്ച് ചേർന്നതാണ് അമ്മനോട്. ഓക്കെ, സാധാരണ വീട്ടില് അമ്മമാരെ നിർബന്ധിച്ചായിരിക്കും നമ്മളെ ട്യൂഷൻ ക്ലാസ്സിൽ ചേർക്കുന്നത്. ഞാനൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് പോയിട്ടുള്ളത്. നമുക്ക് പിന്നെ ഇതുപോലെ ഓൺലൈൻ സംഭവം ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ പഠിച്ചിരുന്ന കാലത്ത്. ഓക്കെ, ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചാണ് ചേരുന്നത്. ഓക്കെ, അമ്മയും ട്രെയിനറാണ്. അമ്മ സ്റ്റുഡൻസിനൊക്കെ എടുക്കും, പിന്നെ മുതിർന്ന ആൾക്കാർക്കൊക്കെ എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ മൊത്തത്തില് ഒരു വൈബാണ് വീട്ടില്, അടിപൊളിയാണ്, വൈബാണ്. ഓക്കെ, യെസ്. അപ്പൊ എവിടെ നമ്മുടെ ന്യൂട്ടൺസ് വൈബാണോ? ന്യൂട്ടൺസ് വൈബാണോ? അപ്പോൾ ഇവിടെ ദുർഗയുടെ വീട്ടിൽ വന്നിട്ടാണെങ്കിലും ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ ഒട്ടും ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല. അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ആണ്. ഇവിടെ വന്നപ്പോൾ ഒരു കുളം, നല്ല അടിപൊളി കുളം, ഫ്രഷ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്. പിന്നെ അവിടെ മാർഷൽ ആർട്സിന്റെ ഒക്കെ പ്രാക്ടീസിങ് സെഷൻ നടക്കുന്നുണ്ട്, കളരി, അങ്ങനെ എല്ലാ ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ കണ്ടു നിൽക്കുമ്പോൾ നമ്മളും ഇതിലൊന്ന് കയറിയിരുന്നെങ്കിലോ അല്ലെ ഒന്ന് കൈ വെച്ചിരുന്നെങ്കിലോ എന്ന് തോന്നുന്നുണ്ട്. എന്താ പറ്റും അല്ലെ, ദുർഗ ഉള്ളതുകൊണ്ട് പറ്റും. ഇവിടെ എല്ലാവരും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടെന്ന്. അതെ, അച്ഛന്റെ അമ്മയുടെയും കൂടെ തന്നെ ദുർഗയും ഇതിന്റെ ഗുരുവാണ്. ഓക്കെ, അപ്പോ എനിവേസ്, അപ്പോ ഇനിയുള്ള ലൈഫ് ഇതുപോലെ പഠനവും സിനിമയും എല്ലാം ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റട്ടെ. അതിനുള്ള എല്ലാ വിഷസും നമ്മൾ ടീച്ചേഴ്സ് ആണെങ്കിലും നമ്മളെല്ലാം ന്യൂട്ടൺസ് ഫാമിലി നേരുകയാണ്. ഓക്കെ, എന്താണ് പറയാനുള്ളത് ദുർഗയ്ക്ക് ഫ്രണ്ട്സിനോടും എല്ലാവരോടും? എല്ലാവരോടും ആദ്യം തന്നെ പറയണത് നന്ദി എന്നാണ് പറയുന്നത്. കാരണം എല്ലാവരും ഇത്രയും അപ്രിഷ്യേറ്റ് ചെയ്തതിന് വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ എല്ലാവരും ലോക സിനിമ കാണാം. കണ്ടു, എന്നാലും ഒരു 2 തവണ 3 തവണയൊക്കെ പോയി കാണാം. ഓക്കെ, യെസ്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിൽ കാണാം അല്ലേ? ക്ലാസ്സിൽ കാണാം. ഓക്കെ.